ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാനില്ലേ ഈ ചിക്കൻ ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേനു. അപ്പോൾ നോക്കുമ്പോൾ കറണ്ട് പോയി. അതുകൊണ്ട് തന്നെ തണുപ്പില്ലായിട്ട് എന്തോ എടുക്കാനൊരു മടി പോലെ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ നല്ല ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാറ്. ആദ്യം ഒന്ന് കഴുകിയതാണ്. പിന്നെ നോക്കുമ്പോൾ എന്തോ ഒരു വൃത്തിയാവാത്ത പോലെ. അന്നേരം ഉപ്പിട്ട് കഴുകിയേരം ആ ഒരു എന്താ പറയുക ഒരു ചോറ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ലോണം തന്നെ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പിട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സാക്കി എടുക്കുക. ആ ചിക്കനിലേക്ക് ആ പൊടികളൊക്കെ നല്ലോണം അങ്ങ് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് ചിക്കൻ കറിയല്ല, ഒരു മസാലയൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ ഒരു മസാലയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ഒരു ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കരിഞ്ഞു പോവാണ്ട് തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് പൊരിച്ചെടുക്കുക. കരിഞ്ഞു പോയാൽ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, ഒരു കരിഞ്ഞ ചൊവയൊക്കെ വരും. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഈ സമയത്ത് ഇത് നല്ലപോലെ പൊരിഞ്ഞൊക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ പുറത്തെടുത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ചിക്കനും കൂടി പൊരിച്ചെടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചിട്ടുള്ളത്. എല്ലാ ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല എരിവുള്ള കാന്താരി മുളക് നോക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി, ഒരു 2 വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഒരു തക്കാളിയും അതുപോലെ മല്ലിച്ചപ്പും. ഈ സമയത്ത് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. പെട്ടെന്ന് കുക്കായി കിട്ടും. ആ ഉള്ളി ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും കേട്ടോ. നല്ല തന്നെ അടി കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് ഓയിൽ കൂടുതലുണ്ടാവും. ഇനി ഓയിൽ അത്ര വേണ്ട എന്നുള്ളവരാണെങ്കിൽ കുറച്ചാൽ മതി. ഓയിൽ ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സാധാ ചോറായിക്കോട്ടെ നെയ്ച്ചോറായിക്കോട്ടെ എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.